السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സമ്മേളനത്തിന്റെ വേദിയിൽ അനാരോഗ്യം വളരെയേറെ പ്രയാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും ഈ യോഗത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യ ഗുരുനാഥൻ അബ്ദുൽ ഹഖ് സുല്ലമി അവർകളെ ലെറ്റർ പേഡുകൾക്കും സീലുകൾക്കും ഞങ്ങളുടെ തൗഹീദി പ്രബോധനത്തിന്റെ ആർജവത്തെ ഊതിക്കെടുത്തുവാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്റ്റേജിലും പരിസരത്തും അണിനിരന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകന്മാരെ ശിർക്കാരോപണം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ കൂച്ചുവിലങ്ങിടാനാവില്ലെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ ഈ സാഗര തീരത്ത് മറ്റൊരു ജനസാഗരം തീർക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ആദർശ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹാസമ്മേളനം സമാപനം കുറിക്കുകയാണ്. പ്രിയരെ, വളരെയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. നമ്മുടെ ഈമാനികമായ ദാർഢ്യത പരിശോധിക്കപ്പെടാനുള്ള അവസരങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണെന്ന പ്രഖ്യാപനത്തിൽ ആരൊക്കെ ആത്മാർത്ഥത കാണിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചുവോ, അയ്യുത്രകൂ, അവർ വെറുതെ വിടപ്പെടുമെന്ന്, ഉപേക്ഷിക്കപ്പെടുമെന്ന്, അയ്യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ, പരീക്ഷിക്കപ്പെടാതെ ഞങ്ങളെ മുജാഹിദുകളാണ്, സലഫികളാണ്, വിശ്വാസികളാണെന്ന് കേവലം വാക്കുകൾ കൊണ്ട് വെറുതെ രക്ഷപ്പെടാമെന്ന് ജനങ്ങൾ വിചാരിച്ചുവോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം.
മുൻഗാമികൾ ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, സത്യം പറഞ്ഞവരാരെന്ന് അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. അതേ കള്ളം പറയുന്നവരാരെന്നും അവൻ കൃത്യമായി അറിയുന്നവനാണ്. മഹാനായ ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ മിൻഹും ഫീ ഖൗലിഹിം ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകളോട് കൂറുപുലർത്തിക്കൊണ്ട് ആ നിലയ്ക്ക് കൃത്യമായി അതിനോട് കൂറുപുലർത്തിക്കൊണ്ട് സത്യസന്ധമായി ആദർശത്തെ കണിശതയോടെ മുറുകെ പിടിക്കുന്നവരാരെന്ന് തിരിച്ചറിയാനുള്ള അവസരമാണിത്. അതിൽ കാപട്യം കാണിക്കുന്നവരാരെന്ന് തിരിച്ചറിയപ്പെടാനുള്ള അവസരമാണിത് എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അതല്ല മലയാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം വളരെയേറെ ആരോപണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകളായ പ്രവർത്തകന്മാര് മുഴുവനും. അവര് മുഴുവനും ശിർക്കിലേക്ക് പോയി, അവര് മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അടിച്ചൊതുക്കുവാനും അടക്കിയിരുത്തുവാനും പടിക്ക് പുറത്തു നിർത്തുവാനും വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ ആരോപണങ്ങളിലൂടെ മാനസികമായി അവരെ തളർത്തുവാനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേരമാണിത്. എന്റെ മുൻ പ്രസംഗികന്മാർ അവരുടെ വിശദീകരണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ യൂണിറ്റുകളിൽ, മഹല്ലുകളിൽ, സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ ഒട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയേറെ ഒറ്റപ്പെടലുകൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ വിധേയരാകുന്നുണ്ട്. വളരെയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. പള്ളികൾ കലാപകേന്ദ്രങ്ങളാക്കരുതെന്ന് ലേഖനത്തിന് തലക്കെട്ട് കൊടുക്കുന്നവർ ആ ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പള്ളികളിൽ നിന്ന് 1 ഇഞ്ച് ഭൂമി പോലും ഞങ്ങൾ വിട്ടുതരില്ല എന്ന തീരുമാനത്തോടെ സമൂഹത്തിൽ കലാപമുണ്ടാക്കി അല്ലാത്തവരെ അടിച്ചൊതുക്കുവാനുള്ള ആഹ്വാനത്തോടെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അരുത്, കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ലെറ്റർ പേഡുകളുടെയും സീലുകളുടെയും അധികാര കേന്ദ്രങ്ങളുടെ പ്രത്യേകമായ സമ്മതങ്ങളുടെയും മേലൊപ്പുകളില്ലെങ്കിലും മഹാനായ കെ.എം. മൗലവി റഹിമഹുല്ലാഹ് സ്ഥാപിച്ചിട്ടുള്ള ഈ കേരള നദുവത്തുൽ മുജാഹിദീൻ അതിന്റെ സ്ഥാപിത കാലഘട്ടം തൊട്ട് ഇന്ന് വരെ മാറ്റിപ്പറഞ്ഞിട്ടില്ലാത്ത കൃത്യമായ ആശയാദർശങ്ങൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും മുറുകെ പിടിക്കുന്ന യഥാർത്ഥത്തിലുള്ള കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ പ്രവർത്തകരാണ് ഞങ്ങളെന്ന ആ ഒരു മാനസികമായ കരുത്തോടുകൂടി ദഅ്വാരംഗത്ത് മുജാഹിദുകൾ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി അവര് വിഷമങ്ങൾ സഹിക്കുന്ന സന്ദർഭമാണിത്. ഇവിടെ തടിച്ചുകൂടിയ ഈ ജനസാഗരം അതാണ് സമൂഹത്തോട് പറയുന്നത്. ആരോപണങ്ങൾ കൊണ്ട് ഞങ്ങളെ കുത്തി നോവിച്ചാലും അടക്കിയിരുത്താൻ ശ്രമിച്ചാലും ഇല്ല, ഈ ആദർശത്തെ തൊട്ടുകളിക്കാൻ, ഈ ആദർശത്തിന്റെ തനിമയെ കളഞ്ഞുകുളിക്കാൻ ഒരാളെയും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, അവരിൽ KJU-വിന്റെ ആളുകളുണ്ട്, KNM-കാരുണ്ട്, ISM-കാരുണ്ട്, MSM-കാരുണ്ട്, MGM-കാരുണ്ട്, അതേ കുഞ്ഞു കുട്ടികളുണ്ട്. ആദർശത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ആദർശത്തിന്റെ കൈത്തിരി ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം ഇതീ സമൂഹത്തിന്റെ മുമ്പിൽ ആരെയും ഭയപ്പെടാതെ പടച്ച റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആര് റിസ്ക് മുടക്കിയാലും പടച്ച റബ്ബിന്റെ ഖജനാവ് വിശാലമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആര് മഹല്ലുകളിൽ നിന്ന് ഇറക്കിവിട്ടാലും ആര് ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടാലും അല്ലാഹുവേ നിന്റെ ഖജാനാവിൽ കൊടുത്താൽ തീരാത്തത്രയുണ്ട്, നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വലുതെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്
അതേ ഈ ജനസാഗരം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരൊക്കെ വന്നു എന്ന് കണക്ക് നോക്കുന്നവരുണ്ടാകും, ക്യാമറയിൽ പിടിക്കാൻ ആളുകളുണ്ടാകും, സർക്കുലറുകൾ കൊണ്ട് ഇനിയും ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പ്രിയമുള്ളവരെ, അതിന്റെയൊക്കെ കാലഘട്ടം അസ്തമിച്ചിരിക്കുന്നു. ആദർശത്തിന് വില കൽപ്പിക്കുന്ന, ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കിന്ന് അതൊന്നും പടച്ച റബ്ബിന്റെ പ്രീതിക്കപ്പുറമായി ഒന്നും വലുതല്ല എന്ന തിരിച്ചറിവിന്റെ അടയാളമാണ് ഈ ജനക്കൂട്ടം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, തൂബാലിൽ ഖുറബാ എന്ന് പറഞ്ഞില്ലേ, വളരെ പ്രയാസകരമായ അവസ്ഥ. എന്തിന് നിങ്ങൾ ഈ അവസ്ഥയെ ഏറ്റുവാങ്ങി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. മിണ്ടാതിരുന്നുകൂടെ നിങ്ങൾക്ക്? ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തലയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന് ചോദിക്കുന്ന, പരിഹസിക്കുന്നവരുണ്ട്. മുൻഗാമികളായ നേതാക്കളുടെ ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ. മഹാനായ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ മഹാനവറുകൾ ഒരുപാട് കാലം കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട മഹനീയ വ്യക്തിത്വമാണ്. ജയിലിൽ അടക്കപ്പെട്ട വ്യക്തിത്വമാണ്. ജീവിതത്തിന്റെ അന്നം മുട്ടിക്കാൻ വേണ്ടി ഭരണവർഗത്തിന്റെ ഒരുപാട് അധികാരിവർഗത്തിന്റെ മേലാളന്മാരുടെ ഒട്ടേറെ പ്രയാസപ്പെടുത്തലുകൾ, കുത്തുവാക്കുകൾ, ആക്ഷേപശരങ്ങൾ, ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ മഹാനവറുകൾ എന്തേ ഇത്ര പീഡിപ്പിക്കപ്പെടാൻ? ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ചിന്താഗതി, സലഫിയത്തിന് വിരുദ്ധമായ ഒരു ചിന്താഗതി നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചു. നാം ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന പ്രത്യേകമായ ഒരു തർക്കം. ആ തർക്കത്തിൽ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് അഭിപ്രായം പറയാൻ ഒറ്റപ്പെട്ട ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും അപ്പുറത്തായിരുന്നു. ആ രംഗത്ത് അടിപതറാതെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ആദർശത്തെ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ അടക്കപ്പെട്ടത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പീഡനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. ഒട്ടേറെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള ഒട്ടേറെ ആളുകൾ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്, ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെയും ഈ ആദർശ രംഗത്ത് കൃത്യമായി തന്നെ അവർ ഉറച്ചു നിന്നവരാണ്. എന്തുകൊണ്ട് നാം സലഫികളാണ്? എന്താണ് പ്രിയമുള്ളവരെ സലഫികൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആളുകൾക്ക് മുമ്പിൽ കേവലം ഒരു ഐഡന്റിറ്റിയായി അറിയപ്പെടാനുള്ള ഒരു പേര് മാത്രമാണോ അത്? ഒരിക്കലുമല്ല, ആയിരിക്കാൻ പാടില്ല. നമുക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. നമ്മുടെ പ്രബോധന രംഗത്ത് നാം നാളിതുവരെ എല്ലാ ആളുകളോടും സലഫിയത്തിന്റെ എല്ലാ കാര്യങ്ങളെയും, എന്താണ് ഓരോ രംഗത്തുമുള്ള കൃത്യമായ സലഫിയത്ത് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിച്ചവരാണ്. അത് കേവലം പഠിപ്പിക്കാൻ മാത്രമുള്ളവരല്ല നാം ആരും, അതിന്റെ പ്രാമാണികത സ്ഥാപിക്കാൻ മാത്രമുള്ളവരുമല്ല നാം എല്ലാവരും. നമുക്കെല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. ആ സലഫിയത്തിന് നമ്മുടെ വിശ്വാസരംഗത്ത്, നമ്മുടെ കർമ്മരംഗത്ത്, നമ്മുടെ ആചാരരംഗത്ത്, നമ്മുടെ സ്വഭാവരംഗത്ത്, നമ്മുടെ പെരുമാറ്റരംഗത്ത്, നമ്മുടെ കുടുംബജീവിത രംഗത്ത്, എല്ലാ രംഗത്തും അതേ ഇസ്ലാമികമായി എന്താണോ സലഫിയത്ത് എന്ന് കൃത്യമായി തന്നെ അതനുസരിച്ച് ജീവിക്കുവാനുള്ള, അതിനുള്ള നിഷ്ഠ പുലർത്തേണ്ടുന്ന ബാധ്യതയാണ് പ്രിയമുള്ളവരെ നമ്മിലെല്ലാവരിലുമുള്ളത്. സലഫിയത്ത് ഒരു ജീവിത രീതിയാണ്. നമ്മളെല്ലാവരും മുറുകെ പിടിക്കേണ്ടുന്ന ഒരാദർശത്തിന്റെ പ്രയോഗവൽക്കരണമാണ് പ്രിയമുള്ളവരെ. നാം ഇന്ന് ഏറെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമികമായ സലഫിയത്തനുസരിച്ചുകൊണ്ടുള്ള വേഷം സ്വീകരിക്കുന്ന ആളുകൾ, താടി വളർത്തുന്നവർ, നിര്യാണിക്ക് മുകളിൽ തന്നെ ആവണം വസ്ത്രം എന്ന നിഷ്ഠയുള്ള ആളുകൾ, അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ പലരും. എന്താണതിന് കാരണം പറയുന്നത്? ബാഹ്യമായ കേവലം വേഷഭൂഷാദികളിൽ മാത്രമേ ഈ താടിയുള്ള ആളുകൾക്ക് നിഷ്ഠയുള്ളൂ. അവരുടെയൊക്കെ ജീവിതം വളരെ
മോശമാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു പരത്തിക്കൊണ്ട് താടി വളർത്തിയാൽ അതൊരു മോശമാണെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് സമൂഹത്തെ ആളുകൾ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് പലരും ചിന്തിക്കാൻ തുടങ്ങി, താടി നീട്ടി വളർത്തേണ്ടതില്ല, കാരണം താടി വളർത്തിയവരൊക്കെ കള്ളന്മാരാണെന്ന പ്രചരണം സമൂഹത്തിൽ വരുമ്പോൾ ഇനി ഞാൻ താടി പറ്റേ വെട്ടിച്ചെറുതാക്കണം, ആ രംഗത്ത് ഞാനൊരു മാറ്റത്തിന് വിധേയനാവണം എന്ന നിലക്ക്, ബാഹ്യമായ നിലക്കൊരു മുഅ്മിനിന്റെ അവന്റെ വിശ്വാസത്തിന്റെ ബഹിർസ്ഫുരണമെന്ന നിലക്ക് അവന്റെ ശാരീരികമായി അവന്റെ വേഷത്തിൽ പ്രകടമായി കാണുന്ന ആ ശിആറുകളെപ്പോലും അവഗണിക്കുന്ന, തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന ഒരു മഹാദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, താടി വെച്ചവന് എന്തുമാവാം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ആരോപകന്മാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് അവൻ താടി വടിക്കണോ? മറ്റേതെങ്കിലും ഇസ്ലാമികമായ അവന്റെ ശിആറുകൾ ഒഴിവാക്കണോ? അരുത്. എല്ലാ ശിആറുകളും പാലിച്ചുകൊണ്ട് തന്നെ തന്റെ ജീവിതം മുഴുവനും താൻ ശുദ്ധമാക്കാൻ തയ്യാറാണ്. അല്ലാഹുവേ, അബദ്ധങ്ങൾ വല്ലതും സംഭവിച്ചെങ്കിൽ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെ, അലിഫ് മുതൽ യാ വരെയുള്ള മേഖലകളിൽ നമ്മെക്കൊണ്ടാവുന്ന വിധത്തിൽ ഇസ്ലാമികമായ നിയമങ്ങൾ നാം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ഫോണിൽ നിന്ന് മറുഫോണിലേക്ക് SMS അയക്കുമ്പോൾ, ഇമെയിലുകൾ സമൂഹത്തിലേക്ക് വ്യാപകമായി പരത്തിവിടുമ്പോൾ അവിടെയും നമുക്ക് സലഫിയത്തുണ്ട്. നമുക്ക് എങ്ങനെ വിമർശിക്കണം എന്നതിന് ഇസ്ലാമികമായ രീതിയുണ്ട്. ഒരാളുടെ തിന്മകളെ ഏത് നിലക്ക് ഉപദേശിക്കണം എന്നതിന് നമുക്ക് കൃത്യമായ മാതൃകയുണ്ട്. എല്ലാം ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകളിൽ വളരെ പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ അർത്ഥത്തിൽ, ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റം വരുന്ന സലഫിയത്താണ് പ്രിയമുള്ളവരെ നമുക്കാവശ്യമായിട്ടുള്ളത്. അതല്ലാതെ ബാഹ്യമായ രൂപത്തിൽ ഈ വേഷം സ്വീകരിച്ച് അതല്ലെങ്കിൽ താടി വെച്ചാൽ എല്ലാമായി എന്ന പ്രചാരകന്മാരാണ് ഇപ്പോഴത്തെ ഈ ജിന്നൂരികൾ കുട്ടികൾ എന്ന് സമൂഹത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കത് മാത്രം മതിയെന്നും അങ്ങനെയുള്ള അനുഷ്ഠാന തീവ്രതയുടെ ആളുകളാണവരെന്നും അതുകൊണ്ട് അത്തരത്തിൽ താടി നീട്ടിയ ആളുകളാണെന്ന് സമൂഹത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവർ എന്നുള്ള ആ ഒരു ശിആറിനെ ആദരിക്കുന്നവരുടെ മനസ്സിൽ പോലും അതിനോട് വെറുപ്പുണ്ടാക്കി തീർക്കുന്ന ഒരു സമീപനമാണോ പ്രിയമുള്ളവരെ വേണ്ടത്? അതോ ആ ശിആറുകളൊക്കെയുള്ളവരോട് നിങ്ങളത് നിലനിർത്തണം, ഇല്ലാത്തവരോട് ആ ശിആറുകൾ നിങ്ങൾ നടപ്പിൽ വരുത്തണം, അതോടൊപ്പം ആ ശിആറുകൾക്കനുസൃതമായി മനസ്സിൽ കോറിയിട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കണിശമായ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന സംസ്കാര സമ്പന്നമായ ഒരു ജീവിത രീതി നിങ്ങളിൽ നിലനിൽക്കണേ എന്ന് പറയുകയാണോ വേണ്ടത്? അതുപദേശിക്കുകയാണോ വേണ്ടത്? അതല്ലേ പ്രിയമുള്ളവരെ നമുക്ക് കരണീയമായിട്ടുള്ള രീതി എന്ന് നാം എല്ലാവരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ഈ ആദർശം നാം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ ആദർശത്തിന്റെ കൃത്യമായ പ്രബോധനം ഈ ലോകത്ത് നടക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഇന്നെല്ലാവരും മറച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യമായ വിവരണങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ മടിച്ചു നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള പലരും മനസ്സിലാക്കി, മുജാഹിദുകളിതാ അവരുടെ തൗഹീദിൽ പാളീസായിരിക്കുന്നു, ഇനി അവരെ കൊണ്ടുള്ള ശല്യം ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന് വിചാരിച്ച് ശിർക്കിന്റെ വൈതാളികന്മാർ, ശിർക്കിന്റെ പ്രചാരകന്മാർ അവരുടെ ജാറ വ്യവസായത്തിന്, ഖബർ വ്യവസായത്തിന്, മുടി വ്യവസായത്തിന്, പൊടി വ്യവസായത്തിന്, ജലവ്യവസായത്തിന് ഏറ്റവും വലിയ കോപ്പുകൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണെന്ന് അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ തൗഹീദ് ആടിയുലയുകയാണെന്ന് സമൂഹത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ല ജനങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദർശത്തിൽ അണുവളവ് വെള്ളം ചേർത്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കരകളഞ്ഞ ആദർശം എന്നും എല്ലാ അർത്ഥത്തിലും ഇന്നും അത് നിലനിർത്തുന്നു, അത് നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന
പ്രതിജ്ഞാബദ്ധമായ ജീവിതത്തിലൂടെയാണ് മുജാഹിദുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖബറുകൾ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. മഹാന്മാരുടേതെന്ന് പറയപ്പെടുന്ന, അതിലാരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലേ ഞാൻ ഈ സംസാരിക്കുന്ന എന്റെ ഇടതുഭാഗത്തുള്ള ബദവി മഖാം എന്ന പേരിലുള്ള ദർഗ മഖാം. അതിനകത്ത് ആരാണുള്ളത് എന്ന്? അതെ, ബദവി എന്ന് പറയുന്നത് ഈജിപ്തിലുള്ളയാളല്ലേ, ഈജിപ്തിൽ അടക്കപ്പെട്ടിട്ടുള്ളയാളല്ലേ. അതിന്റെ പേരിൽ അദ്ദേഹം ഹാജരാകുന്ന ഒരു സ്ഥലം എന്ന പേരിൽ ആ നിലക്കുള്ള പ്രത്യേകമായ വിശ്വാസത്തോടെ കാഴ്ചപ്പാടോടെ അവിടെ ചെന്നുകൊണ്ട് സങ്കടം പറയുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും വിളക്ക് കൊളുത്തുകയും അതേ കെട്ടി ഉയർത്തുകയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊടിയുടെ അകമ്പടിയോടെയും അല്ലാതെയും കൊടിതോരണങ്ങളുടെ അകമ്പടിയോടെയും അല്ലാതെയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ, എല്ലാത്തിന്റെയും പേരിൽ എല്ലാ രൂപത്തിലുള്ള ആചാര വൈകൃതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും സമൂഹത്തിൽ പ്രചാരം കൊടുക്കുന്ന ആളുകളിതാ ഇപ്പോൾ പറയുന്നു സമരമാണ് ജീവിതം, സമരമാണ് ജീവിതം എന്ന് പറയുന്നു. അതെ, പറഞ്ഞത് ശരി തന്നെയാണ്. സമരമാണ് ജീവിതം, ജീവിതത്തിൽ മുഴുവൻ സമരം തന്നെയാണ്. അതെ, അതാണ് മുജാഹിദുകൾ, സമരം ചെയ്യുന്നവർ. പക്ഷേ അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് സമരം വേണ്ടത്, അനാചാരങ്ങൾക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്, ആചാര വൈകൃതങ്ങൾക്കെതിരെയാണ് സമരം വേണ്ടത്. പക്ഷേ സമരമാണ് ജീവിതം എന്ന് പറയുകയും സർവാന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനും മാഞ്ഞുപോയ അന്ധവിശ്വാസങ്ങളെ കുടിയിരുത്തുവാനും ആചാര വൈകൃതങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നാടത്താകെയുള്ള തോപ്പുകൾ വെട്ടിത്തെളിയിച്ചുകൊണ്ട് അതേ ഓരോ ഇടങ്ങളിലും 40ഓളം കഴുങ്ങുകളാണ് കൊടിയായിക്കൊണ്ട് നാട്ടപ്പെട്ടിരിക്കുന്നത്. എന്തിനുമുണ്ടല്ലോ ഒരു 40, എന്തിനുമുണ്ടല്ലോ ഒരു 40ന്റെ മേമ്പൊടി. ജനിച്ചാലും 40, പ്രസവം കഴിഞ്ഞാലും 40, മരണം നടന്നാലും 40, മുടിപ്പള്ളിക്ക് വേണ്ടി കോടികൾ പിരിക്കുന്നിടത്തും 40 കോടി. അതെ, സ്റ്റേജിൽ വെച്ച് ഇപ്പോഴും ഉയർന്നിട്ടില്ലാത്ത, എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും തീരുമാനം പുറത്തു പറയാൻ കഴിയാത്ത, മുടി വെക്കാനുള്ളതാണ് പള്ളി, തടി വെക്കാനുള്ളതാണ് പള്ളി എന്നിങ്ങനെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലാത്ത മുടിപ്പള്ളിക്ക് വേണ്ടി അതേ സ്റ്റേജിൽ വെച്ച് ഒരു തറക്കല്ലിടൽ നാടകം നടത്തിയപ്പോഴും 40 കട്ടകൾ കൊണ്ടാണ് 40 കട്ടക്കളികൾ നടത്തിയത്, തറക്കല്ലിടൽ നടത്തിയത്. എന്തോ വല്ലാത്തൊരു 40ന്റെ മയം കാണുന്നു. എവിടെയും 40നെ കുറിച്ച് കേൾക്കുന്നു. അതെ, അതിനൊന്നും പക്ഷേ നിലനിൽപ്പ് കാണുന്നില്ല. മുടി എവിടെ പോയി? മുടിപ്പള്ളി എവിടെ പോയി? മുടി വെക്കാനുള്ളതാണോ അല്ലേ എന്ന തർക്കം തീർന്നിട്ടില്ല. അപ്പുറത്തുള്ള ആളുകൾ കൃത്യമായി സർക്കാരിനോട് കൃത്യമായി ആവശ്യപ്പെട്ടു. അതെ, എന്തിനു വേണ്ടിയാണ് ഈ പള്ളി? എന്താണ് ഈ പള്ളിയുടെ ഉദ്ദേശ്യം? അപ്പോൾ നാടുനീളെ തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സുകൾ കൊണ്ട് പൊടിപൂരം തീർത്ത ആളുകൾ ഇപ്പോൾ പറയുന്നത് മുടിവെക്കാനല്ല പള്ളി എന്നാണ്. അതിനുവേണ്ടിയാണ് 40 കോടി പിരിച്ചത്. ഈ രൂപത്തിൽ മുടിയുടെ വ്യവസായം ആ രൂപത്തിൽ അരങ്ങ് തകർത്ത് ക്ലച്ച് പിടിക്കില്ലെന്ന് കണ്ടപ്പോൾ മുജാഹിദുകളുടെ നേരെ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടേതാണ് അചഞ്ചലം എന്ന് പറഞ്ഞു നോക്കി. ക്ലച്ച് പിടിക്കുന്നില്ല, വളരാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അവസാനം ഇക്കഴിഞ്ഞ വർഷം മദീനത്ത് നിന്ന് പൊടി കൊണ്ടുവന്നു എന്ന കള്ളപ്രചരണവുമായി കൊണ്ട് ഊരു ചുറ്റുന്നത്. ഇത്തവണത്തെ മുടിവെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ശരീഫിന്റെ പുറത്ത് വിതറിയിട്ടുള്ള ചന്ദനത്തിന്റെ പൊടിയും പൂമ്പൊടിയും മദീനത്തെ മണ്ണുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ പൊടി കൂടി സംസം വെള്ളത്തിൽ കലർത്തിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വിതരണം നടത്തുന്നത്. അതെ, ആ രൂപത്തിലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി സമരം ചെയ്ത് മരത്തിന്മേൽ ശീല ചുറ്റി 40കളായി എണ്ണിക്കൊണ്ട് എല്ലായിടത്തും വെച്ചു നോക്കുന്നുണ്ട്. പക്ഷേ മുജാഹിദ് കേരളത്തെ തൊടാനാകുന്നില്ല, മുജാഹിദുകളുടെ ആദർശത്തെ തകർക്കാനാകുന്നില്ല. മുഖാമുഖങ്ങൾ ഞങ്ങൾക്കേ സാധ്യമാകൂ എന്ന് പറഞ്ഞ് മുജാഹിദുകളുടെ മുഖാമുഖങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവർ
ഞങ്ങളാണ് മുഖാമുഖ വീരന്മാരെന്ന് പറഞ്ഞ് വീമ്പടിച്ചു നടന്നവരുടെ കോട്ടക്കൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖാമുഖങ്ങളിൽ അതെ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു എന്ന നിലക്ക് ഇപ്പോൾ വിഴുങ്ങാമെന്ന് ഏതൊക്കെയോ ചില ആളുകൾ ഉരുട്ടിക്കൊടുത്ത ചില മനപ്പായസങ്ങൾ അല്ലെങ്കിൽ ചോറുരുളകൾ വായിലേക്ക് വിഴുങ്ങിക്കൊണ്ട് പലരും കടന്നുവന്നു. ചോദ്യം ചോദിച്ച് ഇപ്പൊ മുജാഹിദുകളെ തകർക്കാം. മണിമണിയായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രമാണങ്ങൾ കയ്യിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മറുപടി പറയുന്നു. ആര് ചോദിച്ചാലും എത്ര പ്രകോപനപരമായി ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മറുപടി പറയുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നോക്കി ഖുബൂരികളുടെ ഐക്യം, അതുപോലെ തന്നെ അഖലാനികളുടെ ഐക്യം, നവ അഖലാനികളുടെ ഐക്യം, ചേകനൂരികളുടെ ഐക്യം, ഹദീസ് നിഷേധികളുടെ ഐക്യം, എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് വന്നു നോക്കി. ആദർശത്തെ തൊടാനാവാതെ തിരിച്ചു പോകുന്ന അല്ലാഹുവിന്റെ തൗഫീഖുള്ള കാഴ്ചയാണ് ഈ അടുത്ത മാസങ്ങളിലായിക്കൊണ്ട് മുജാഹിദ് കേരളം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ വലിയ തൗഫീഖാണ് പ്രിയമുള്ളവരെ. സർവശക്തനായ നാഥൻ നമ്മുടെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും വിജ്ഞാനവർദ്ധനവ് നൽകുകയും അന്ത്യം വളരെ നല്ല നിലക്കാക്കി തീർക്കുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അന്ധവിശ്വാസങ്ങളുടെ ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവരൊക്കെ വിചാരിച്ചത്, അപ്പവാണിവ നേർച്ചക്കാര് വിചാരിച്ചത്, അതുപോലെ നേർച്ചയുടെയും ഉറൂസിന്റെയും ദർഗയുടെയും വക്താക്കൾ വിചാരിച്ചത്, മാലമൗലീദുകളിലൂടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശിർക്കൻ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചവർ വിചാരിച്ചത്, ഇല്ല ഇവർ തമ്മിലടിക്കുന്നിനി ഇനി നമുക്കിവിടെ സുഖമായി വിരാജിക്കാമെന്നാണെങ്കിൽ അവരോട് പറയട്ടെ, അതെ നിങ്ങളുടെ വലിയ തലവട്ടപ്പന്മാര് വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഒരു കിതാബുകളുടെ ഒരു കഷ്ണം പോലും കയ്യിൽ കൊണ്ടുവരാതെ ചോദിച്ച കിതാബിൽ അതില്ല മുസ്ലിയാരെ, നിങ്ങൾ ചോദിച്ച ഭാഗം നിങ്ങൾ ഉദ്ധരിക്കുന്ന കിതാബിലില്ല എന്ന് പറയാൻ അല്ലാഹു നൽകിയ പ്രത്യേകമായ ഇൽഹാമുകൊണ്ട് കിതാബ് കയ്യിലില്ലാതിരുന്നിട്ട് പോലും ധീരമായി ആർജവത്തോടുകൂടി പറയാൻ മുജാഹിദ് വേദികളിലെ പുറത്താക്കപ്പെട്ടവർ, അരിക്കാക്കപ്പെട്ടവർക്ക് സാധ്യമായത് പടച്ച റബ്ബിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയായിട്ട് വിനയത്തോടുകൂടി മുജാഹിദുകൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, നിങ്ങൾ പിന്തിരിയാനാണ് ഭാവമെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു കൂട്ടരെ നാം കൊണ്ടുവരുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. സുമ്മ ലാ യകൂനു അംസാലക്കും, ആ പകരം വരുന്ന പകരക്കാർ നിങ്ങളെപ്പോലെയാവില്ല. അവർ ആദർശം പഠിച്ചവരായിരിക്കും, ആദർശത്തിൽ കണിശതയുള്ളവരായിരിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവ്. ഇത്രത്തോളം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി പോലും അവന്റെ താടി വടിച്ചില്ല, അവന്റെ പാന്റ് ഇറക്കി നിലത്തടിക്കാൻ തയ്യാറായില്ല. സംഗീതങ്ങൾക്ക് വേണ്ടി, മ്യൂസിക്കുകൾക്ക് വേണ്ടി, ചാനലുകൾക്ക് വേണ്ടി, അതേ സംഘടനാ തലത്തിൽ വെച്ചുപോലും പിന്തുണകൾ ഉണ്ടായപ്പോഴും ഒരു മുഅ്മിനിന്റെയും മനസ്സിൽ മാറ്റം വന്നില്ല. കാരണം അവൻ നോക്കുന്നത് വ്യക്തികളെയല്ല, പ്രമാണങ്ങളെയാണ്, ആദർശത്തെയാണ്. ആ ആദർശത്തെയാണ് മുജാഹിദുകൾ നെഞ്ചിലേറ്റിയത്. അതെ, ഉമ്മമാരി ഖുർആൻ ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി ചെന്നപ്പോൾ വർഷങ്ങളോളമായി തങ്ങൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചിരുന്ന പണ്ഡിതന്മാരെ ഒരു കാരണവുമില്ലാതെ, തെളിവില്ലാതെ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുശ്രിക്കാക്കിക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ഖുർആനിന്റെ ജ്ഞാനം പകർന്നു തന്ന പണ്ഡിതന്മാരെ മുശ്രിക്കുകളാക്കി ഇവിടെ ഇനി ക്ലാസ് അവരെ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഉസ്താദിന്റെ ക്ലാസ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി നടന്നു വരുന്ന ആദർശ പഠന ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ പുനഃസ്ഥാപിച്ച എന്റെ പ്രിയപ്പെട്ട MGMന്റെ സഹോദരിമാർ ഈ സദസ്സിലുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധീരമായി പ്രായത്തിന്റെ ആ വലിയ പക്വതയോടുകൂടി പ്രായം ചെന്ന ഉമ്മാമമാർ ഈ കൃത്യമായ പഠനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശരംഗത്ത് ദഅവത്ത് മുടക്കികളാകാൻ വന്നവരുടെ മുമ്പിൽ
വിശുദ്ധ ഖുർആനിന്റെ ദഅവത്ത് മുടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ആ ഉമ്മമാരുടെ ഈമാൻ, പ്രിയപ്പെട്ട വളർന്നു വരുന്ന MGMന്റെ സഹോദരിമാരെ, നിങ്ങൾക്കതൊരു പാഠമാണ്. ഈ ദഅവത്ത് മുടക്കാൻ ആരെയും നാം സമ്മതിക്കില്ല. കയ്യാങ്കളി കൊണ്ടല്ല, കരുത്തുറ്റ ഈമാൻ കൊണ്ട്. നീ കേന്നമല്ലടാ, നീ മുശ്രിക്കാനടാ എന്ന് പറയുമ്പോൾ നാം ഉറച്ചു പറയും, അല്ല, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ സ്ഥാപിത കാലം തൊട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് വരെ നാം പുലർത്തിപ്പോന്ന ഏതാശയാദർശങ്ങളിലാണ് ഞങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ളത്. ആരാണിവിടെ ശിർക്ക് ചെയ്തത്? ആരാണിവിടെ ജിന്നിനോട് വിളിച്ച് തേടുന്നത്? അതെ, എല്ലാവരും പഴച്ചു, അവരൊക്കെ പോയി ജിന്നിനോട് തേടുന്നവരാണ് എന്ന് 1000 വട്ടം ഇങ്ങനെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്താൽ അതൊരു സത്യമായി പുലരുമെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ വിനയത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. മുജാഹിദുകളുടെ യോഗത്തിന് പോയാൽ പിരിച്ചുവിടും, ഇറക്കിവിടും, നിങ്ങൾ അന്നം മുടക്കും എന്ന് പറഞ്ഞിട്ടും ഈ ജനസാഗരത്തിൽ എത്രയെത്ര സ്ഥാപനങ്ങളിൽ ജോലിയിട്ടെറിഞ്ഞവരുണ്ട്, എത്രയെത്ര ആളുകളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട്, എത്ര കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീര് കുടിക്കേണ്ടി വന്നവരുണ്ട്. എന്നിട്ടും അവരെന്തേ ഈ സാഗര തീരത്തേക്ക് മറ്റൊരു സാഗരം തീർക്കാൻ തുള്ളികളായി ഒഴുകി വന്നത് എന്തിനെ? പടച്ച റബ്ബിനെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് എന്ന പ്രഖ്യാപനം മാത്രമല്ലാതെ ഇവിടെ എന്ത് കാണാനാണ്, എന്ത് ആസ്വദിക്കാനാണ് നിങ്ങളെല്ലാം വന്നത്? ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ ആദർശത്തിന്റെ തനിമ കെടാതെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന തിരിച്ചറിവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മാനികമായ ആർജവത്തിന്റെ മുഖമുദ്രയായിക്കൊണ്ട് ഈ സമയത്തും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ബ്രിട്ടീഷുകാരന്റെ പാദസേവകരാണ് മുജാഹിദുകളെന്ന്, ബ്രിട്ടീഷുകാരന്റെ ആദർശമാണ് മുജാഹിദുകൾ കേരളത്തിൽ കൊണ്ടുവന്ന നവോത്ഥാനമെന്ന് ഈ ലക്കം സുന്നി വോയിസിൽ പോലും അതേ കുബൂരികൾ എഴുതിവിട്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ? ബ്രിട്ടീഷുകാരനെന്ന് പറയുന്ന അതല്ലെങ്കിൽ യഹൂദി നസറാനികളുടെ ഏതൊരാദർശമാണ് മുജാഹിദുകൾ കൊണ്ട് നടക്കുന്നത്? മറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന സുഹൃത്തുക്കൾ ചിന്തിക്കട്ടെ, അവർ കൊണ്ടു നടക്കുന്ന ആചാരങ്ങൾ, അതുപോലെയുള്ള വിശ്വാസങ്ങൾ, ഖബർ കെട്ടിപ്പടുക്കൽ, അതിന്മേൽ കുമ്മായമിടൽ, വിളക്ക് കൊളുത്തൽ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, അവരെ വിളിച്ച് തേടൽ, ആ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാരൻ രാജ്യം വിടരുതെന്ന് പറഞ്ഞവർ ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിക്ക് അപകടം പറ്റിയപ്പോൾ, അപകടത്തിൽ നിന്ന് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടപ്പോൾ അല്ലാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന് വേണ്ടി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനിച്ച് ന്യായീകരിച്ചത് ആരായിരുന്നു? മുജാഹിദുകളായിരുന്നുവോ? അതെ, ഈ നിലക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഓശാന പാടിയ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പിളർന്നുതടിയായി മാറി നിന്ന ആളുകളാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ബ്രിട്ടീഷുകാരന്റെ നവോത്ഥാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ മറ്റൊരു ഭാഗമതാ മുറവിളിയൂട്ടിക്കൊണ്ടിരിക്കുന്നു, പത്രങ്ങളിൽ എഡിറ്റോറിയൽ എഴുതുന്നു. മുജാഹിദ് നവോത്ഥാനം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ്, അന്ധവിശ്വാസങ്ങളിലേക്ക് മുജാഹിദുകൾ കൊണ്ടുപോവുകയാണ് പോലും. ഒരൊറ്റ കാര്യം മാത്രം ഇതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇന്ന് അന്ധവിശ്വാസമാണെന്ന് പറയുന്ന റുഖിയ ശർഇയ്യ, അതെ, റുഖിയ മന്ത്രം എന്ന് പറയുന്ന ആ കാര്യം, അതാണല്ലോ നിങ്ങൾ അന്ധവിശ്വാസമായി പ്രചരിപ്പിച്ചത്. സിഹിർ അത് ഫലിക്കും എന്നതിനെയാണല്ലോ അന്ധവിശ്വാസമായി ജമാഅത്ത് സുഹൃത്തുക്കൾ പ്രചരിപ്പിക്കുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന ബുഖാരിയിലെ ഹദീസ് അംഗീകരിച്ചതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ മുശ്രിക്കുകളും കാഫിറുകളുമാണെന്ന് പറയുന്നത്. എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിന്റെ ഒരു ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ മരണാനന്തര ബഹുമതി എന്ന നിലയ്ക്ക് തന്നെ ആയിക്കോട്ടെ, മൗദൂദ് സാഹിബിനെ കാഫിറായി പ്രഖ്യാപിക്കണം, മൗദൂദ് സാഹിബിനെ മുശ്രിക്കായി അംഗീകരിക്കണം. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതിന്റെ ഒരു ബാക്കി ഞാൻ ചേർത്ത് പറയട്ടെ. അതെ, മൗദൂദ് സാഹിബ് ഇതൊക്കെ അംഗീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിക്കുന്നത് കുഫറാണ്,
അങ്ങനെ വിശ്വസിക്കുന്നത് കുഫ്രിയത്താണ്, ശിർക്കാണ്, ഖുർആൻ വിരുദ്ധമാണെന്ന് പ്രബോധനം ലേഖനം എഴുതിയിരിക്കുകയാണ്. ആ പ്രബോധനത്തിൽ ലേഖനം എഴുതിയ എന്റെ ജമാഅത്ത് സുഹൃത്തുക്കളോട് വിനയത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? സമൂഹം മുഴുവൻ അറിയട്ടെ, പരസ്യമായി പ്രഖ്യാപിക്കട്ടെ. അതെ, തഫ്ഹീമുൽ ഖുർആൻ എന്ന പേരിലുള്ള മൗദൂദി സാഹിദിന്റെ ഖുർആൻ വ്യാഖ്യാനം മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്. ആ വ്യാഖ്യാനങ്ങളിൽ ഉറുദുവിലും ഇംഗ്ലീഷിലും കാണുന്ന ചില ഭാഗങ്ങളെ നിങ്ങൾ പുറത്തിറക്കിയ മലയാള വിവർത്തനങ്ങളിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നു. ഇതെന്തിനു വേണ്ടി എന്ന് സമൂഹത്തോട് നിങ്ങൾ പറയണം. മുജാഹിദുകളെ മുശ്രിക്കാക്കുന്നതിന്റെ മുമ്പ് മുജാഹിദുകൾ സിഹ്ർ അംഗീകരിക്കുന്നു എന്നതിന്റെ പേരിൽ, പ്രമാണങ്ങളിലുള്ളത് അംഗീകരിക്കുന്നു എന്നതിന്റെ പേരിൽ അവരുടെ പേരിൽ നിഷേധവും കുഫ്രിയത്തും ശിർക്കും പറയുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ ഇംഗ്ലീഷ് തർജമയിലും ഉറുദു തർജമയിലും കൊടുത്തവ മലയാളത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ജമാഅത്ത് സുഹൃത്തുക്കൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഇല്ല സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ മന്ത്രത്തെക്കുറിച്ച് പേജുകളോളം വിശദമായി മൗദൂദി സാഹിബ് തന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉറുദു പതിപ്പില്ലതുണ്ട്, ഇംഗ്ലീഷ് പതിപ്പില്ലതുണ്ട്. അതേ അവസരത്തിൽ മലയാള പതിപ്പില്ലത് കാണാനില്ല. എവിടെ പോയി? അത് കേരളത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കും എന്ന നിലക്ക് ജമാഅത്ത് സുഹൃത്തുക്കൾ മലയാള വ്യാഖ്യാനത്തിൽ നിന്ന് അത് മുക്കിക്കളഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് വിവരക്കേടും അന്ധവിശ്വാസവുമാണെന്ന് പറയുന്നവരെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മൗദൂദി സാഹിബ് തൊലി ഉരിച്ചത് അതേ ഖുർആൻ വ്യാഖ്യാനത്തിലുണ്ട്. ഇംഗ്ലീഷിൽ കാണുന്നുണ്ട്, ഉറുദുവിൽ കാണുന്നുണ്ട്, മലയാളത്തിൽ വന്നു നോക്കുമ്പോൾ അത് കാണാനില്ല. എന്തിനത് മുക്കി എന്റെ പ്രിയപ്പെട്ട ജമാഅത്ത് സുഹൃത്തുക്കളെ? അതേ, ആദർശം പഠിച്ച് ആ ആദർശത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഈ കാര്യത്തിലെങ്കിലും പ്രമാണങ്ങളുടെ കൂടെ നിന്ന മൗദൂദി സാഹിബിനെ പോലും ഇപ്പോൾ മരണാനന്തരം കടുത്ത മുശ്രിക്കും കാഫിറും ാക്കുവാനുള്ള പ്രബോധനത്തിന്റെ ഈ വ്യഗ്രത അവിടേക്കാണ് എത്തിച്ചേർക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാര്യം, ഏത് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചു എന്ന, പ്രവാചകനെ മാരണം സ്വാധീനിച്ചു എന്ന വിശ്വാസം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പോലും ദൈവനിഷേധമാണ്, ബഹുദൈവത്വ ചിന്തയാണ് എന്ന് പ്രബോധനം 2013 ഫെബ്രുവരി 2 ലക്കത്തിൽ പച്ചയായി എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ സമൂഹത്തോട് പറയണം, നിങ്ങളൊരു വിവരണം കൊടുക്കണം. മൗദൂദി സാഹിബിന്റെ ഈ കൃത്യമായ വിവരണങ്ങളെ മലയാളത്തിന്റെ വിവർത്തനത്തിൽ, മൊഴിമാറ്റത്തിൽ ഞങ്ങൾ മുക്കിയിട്ടില്ല, ഞങ്ങളത് മൂടിവെച്ചിട്ടില്ല. ഉറുദു പതിപ്പിലുള്ളതുപോലെ, ഇംഗ്ലീഷ് പതിപ്പിലുള്ളതുപോലെ മലയാളത്തിൽ ഞങ്ങൾ വിട്ടുകളയാതെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ എന്റെ ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് സാധ്യമാകുമോ? നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളിങ്ങനെ ഓരോരുത്തരുടെ കൂടെ കൂടിയിട്ട് ഈ രൂപത്തിൽ ഇതിന് തകർക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് സാധ്യമല്ല. ആരൊക്കെ കൂടിയാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാമികമായ കാര്യങ്ങൾ ഉള്ളതുപോലെ മുജാഹിദുകൾ ഇനിയും പറയും. മന്ത്രങ്ങളില്ലേ, നാം ദിനേന ചെയ്യേണ്ടുന്ന മന്ത്രങ്ങളില്ലേ, ദുആകളില്ലേ, സ്വന്തം ചെയ്യേണ്ടവയില്ലേ, ചെയ്തു കൊടുക്കേണ്ടവയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തില്ലേ? സ്വന്തം ഭാര്യയായ നമ്മുടെ ഉമ്മ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹക്ക് ശിഫ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് പ്രത്യേകം പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ അവൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചതുപോലെ നംലത്തെന്ന് പറയുന്ന ശരീരത്തിലുണ്ടാകുന്ന പ്രത്യേകമായ കുരുക്കൾക്കും മുഴകൾക്കുമൊക്കെ സമനൌഷധം എന്ന നിലക്ക് ഉള്ള മന്ത്രം, നംലക്കുള്ള മന്ത്രം പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഫ എന്ന് പറയുന്ന സഹോദരിയോട് ഹഫ്സാ ബീവിക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് മൗദൂദി സാഹിബ് പോലും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതേ ആയത്തുൽ കുർസിയും മുഅവ്വദത്തൈനിയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ശരീരത്തിൽ ഊതുകയും തടവുകയും ചെയ്തത് മൗദൂദി സാഹിബ് പോലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ രോഗബാധിതനായി ക്ഷീണിച്ചു കിടക്കുന്ന നേരത്ത് പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അണച്ചുകൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടി മന്ത്രം നടത്തിയിട്ടുണ്ട്.
മൗദൂദി സാഹിബ് പോലും ഉറുദു പതിപ്പിൽ പരിശോധിക്ക്, ഇംഗ്ലീഷ് പതിപ്പുകളിൽ പരിശോധിക്ക്, ഈ കണ്ണേറിനുള്ള മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് കൊടുത്തില്ലേ? എവിടെ പോയി നിങ്ങളുടെ തഫ്ഹീമിന്റെ മലയാള മൊഴിമാറ്റത്തിൽ ആ ഹദീസുകളൊക്കെ എവിടെ പോയി? എന്തിന് നിങ്ങളൊക്കെ മറച്ചുവെക്കുന്നു? ഈ മറച്ചുവെക്കുന്നവ പുറത്തു കൊണ്ടുവരികയാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഇഷ്ടമല്ലെങ്കിലും പ്രമാണങ്ങളിൽ ഉള്ളത് പറയുന്നു, പ്രമാണങ്ങളിൽ ഉള്ളത് പറയുന്നു. അതിന്റെ പേരിൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായി അതിന്റെ തനിമ സമൂഹത്തിൽ കൃത്യമായി തന്നെ നിലനിർത്തുന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവില്ലായ്മയാണ്, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, ഇതാണ് പലരുടെയും കുഴപ്പങ്ങൾ. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, നന്നായി അറിവ് നേടുക. ആ അറിവനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഗോതയിൽ ശക്തമായി തന്നെ നാം മുന്നിട്ടിറങ്ങുക. മുടക്കങ്ങൾ എമ്പാടുമുണ്ടാകും, ഉണ്ടാവട്ടെ. എത്ര തന്നെ മുടക്കങ്ങൾ ഉണ്ടായാലും അതൊക്കെയും നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള ഏറ്റവും വലിയ വരവുകളായി കാണുവാൻ, ദുരാരോപണങ്ങൾ മെയിലുകളായി പെയ്തിറങ്ങുമ്പോൾ, ആരോപണങ്ങളുടെ കൂർത്തുമൂർത്ത ശരങ്ങൾ നമുക്കെതിരെ എഴുതുവിടുമ്പോൾ, അല്ലാഹുവേ നീയെല്ലാം അറിയുന്നവനാണെന്ന കൃത്യമായ ബോധത്തോടെ അവനിൽ തവക്കുലാക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ജനസഞ്ചയം ഒരുപാടുണ്ട് എന്ന നിലക്ക് നമുക്ക് അഹങ്കാരമില്ല. ഹുനൈൻ യുദ്ധത്തിൽ അതേ മുസ്ലിമീങ്ങൾക്കൊരു തോൽവി ഉണ്ടാകാൻ കാരണം ഇത് അഅജബതുക്കും കസറത്തുക്കും, നിങ്ങളുടെ അംഗശക്തി, നിങ്ങളുടെ അംഗവർദ്ധനവ് നിങ്ങളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിക്കളഞ്ഞു എന്നാണ്. നമുക്കതില്ല, ഉണ്ടാകുവാനും പാടില്ല. എത്ര ആളുകൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഈ ആദർശത്തിന്റെ കൃത്യമായ തനിമ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അതേ ആരെയും ഭയപ്പെടാതെ നിലനിർത്തുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന കൃത്യമായ പ്രഖ്യാപനമാണ് നടത്തേണ്ടത്. പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാൻ ആരെയും സമ്മതിക്കരുത്. അതേ കേരളത്തിൽ മുഴുവനും ഇപ്പോൾ പറയുന്നത്, കാന്തപുരം മുസ്ലിയാരെ കഴിച്ചാൽ രണ്ടാമതൊരു മൗലവി ഉണ്ടായിരിക്കുന്നു ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാനെന്ന് പറഞ്ഞ് കോഴിച്ചന സംവാദത്തിൽ ഉദ്ധരിച്ച അൻആം സൂറത്തിലെ ഒരായത്തുദ്ധരിച്ചുകൊണ്ട് നാട് നീളം അലീവസമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തന്നെ ആധികാരികമായി ഈ ജനസാഗരത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആരാണ് അപ്പുറത്തുള്ളതെങ്കിൽ ഈ ഉള്ളവൻ അതിന് റെഡിയാണ്, ആ വിഷയത്തിൽ തന്നെ ഒരു സംവാദമാകാമെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രമാണങ്ങളുടെ പിൻബലം കൊണ്ട്, പടച്ച റബ്ബ് നൽകിയ ആർജവം കൊണ്ടാണ്, നട്ടെല്ലുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അതെ, നാം അതിൽ ആശ്വസിക്കുന്നു, അല്ലാഹുവിന് സ്തുതി പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലുമുള്ള, ഏതർത്ഥത്തിലുള്ള ഏതു പ്രയാസങ്ങളെയും തൃണവൽഗണിക്കുവാനുള്ള ഈമാനികമായ ശക്തിയാണ് നമുക്കുണ്ടാകേണ്ടത്. ഖുർആനിനെ കൈവച്ചവർക്കെതിരെയെല്ലാം നാം നമ്മുടെ സമരം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വലവന്നഹും ളലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന് ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ല, അക്ഷരഭേദം വരുത്തിയപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഇസ്ലാഹ് മാസികയിലൂടെ ആർജവത്തോടെ തിരിച്ചടിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇന്നും അൽ ഇസ്ലാഹ് മാസിക ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തേണ്ടവർക്ക് തിരുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് തിരുത്തിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു. ശക്തമായ അതിന്റെ എഴുത്തുകാരുടെ തൂലികകൾ പടവാളായിക്കൊണ്ട് കുബൂരിസത്തിന്റെ കൊത്തളങ്ങൾ വിറച്ചപ്പോൾ തിരുത്തേണ്ടി വന്നു. ഇവർക്ക് ഇനിയും തിരുത്താനുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, പരിശുദ്ധ ഖുർആനിലില്ലാത്ത ആയത്തുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ലക്കം കുബൂരി മാസികയിൽ പച്ച മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു. ഞാനത് പലയിടത്തും ഉള്ളവനത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ വന്നത്? അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണു തിന്നുകയില്ല എന്ന ഖുർആൻ വാക്യം. എങ്ങനെ? എന്താ ഖുർആനിലായത്ത്? അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന ഖുർആൻ വാക്യം. എവിടെയാണ് ഖുർആനിൽ അങ്ങനെ ഒരു വാക്യമുള്ളത്? മഹാന്മാരായ പ്രവാചകന്മാരുടെ ഭൗതിക ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന ഹദീസുണ്ട് എന്നതല്ലാതെ അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല എന്ന ഖുർആൻ വാക്യം എന്ന് കുബൂരി മാസികയിൽ എഴുതിവിട്ടിട്ടുണ്ട്. തിരുത്തണം എന്ന് വിനയത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പരിശുദ്ധമായ ഗ്രന്ഥത്തിലില്ലാത്ത ഒരായത്ത് പറഞ്ഞ ആളുകളോട്
ഞങ്ങൾ വിനയത്തോടെ ആവശ്യപ്പെടുന്നു. അതേ, തൗഹീദിൽ ചാഞ്ചല്യം വന്നിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തിന്റെ മക്കൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ തിരുത്തണം, ഇല്ലെങ്കിൽ തിരുത്തിക്കും. രാജ്യമൊട്ടാകെ ആളിപ്പടരും. എന്ത്? വിശുദ്ധമായ ഈ ഖുർആനിലില്ലാത്ത ഒരായത്താണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഉണ്ടെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏത് സൂറത്തിലാണ്, ഏതായത്തിലാണ്? സൂറത്തിന്റെ നമ്പർ പറയൂ, ആയത്തിന്റെ നമ്പർ പറയൂ, ഇതാണ് ആയത്ത് എന്ന് ആർജവത്തോടെ പറയാൻ 40 കാലുകൾ 40 കഴുകുകൾ കുഴിച്ചിടുന്ന പണിയൊന്നുമില്ലല്ലോ. ഒന്ന് എഴുതി നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് ഹൃദയത്തോട് ആവശ്യപ്പെടുന്നത് വിശുദ്ധമായ ഗ്രന്ഥത്തോടുള്ള നസീഹത്ത് എന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇവരൊക്കെ ആകെ തകർന്നു ഞങ്ങൾക്ക് വിരാജിക്കാമെന്ന് ഒരാളും സ്വപ്നം കാണേണ്ടതില്ല. ഒരു രാഷ്ട്രീയ മതക്കാരും സ്വപ്നം കാണേണ്ടതില്ല. ഒരു അഖ്ലാനികളും സ്വപ്നം കാണേണ്ടതില്ല. ഒരു ഹദീസ് നിഷേധികളും സ്വപ്നം കാണേണ്ടതില്ല. ആർജവത്തോടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. കരുത്തുറ്റ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ തരാൻ കെൽപ്പുള്ളവരുടെ കൂടെ. അതെ, അതിനർത്ഥം എല്ലാ രംഗത്തും ഞങ്ങൾ വിട്ടുനിൽക്കുന്നു എന്നല്ല. സഹകരിക്കേണ്ടവരോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കണം, ഒന്നിക്കണം എന്ന ശബ്ദം തന്നെയാണ് ഇപ്പോഴും ഈ ഉള്ളവന് പറയാനുള്ളത്. 6 മിനിറ്റ് പ്രസംഗം ഈ കോഴിക്കോട് തന്നെ അടുത്തുള്ള അഴിഞ്ഞിലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന സമയത്തുള്ള ആ പ്രസംഗത്തിന്റെ 6 മിനിറ്റ് നേരത്തെ സംസാരത്തെ മുഴുവൻ വൃത്തികേടായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ ഭീമമായ അപരാധം ഈ മുജാഹിദ് പ്രസ്ഥാനത്തോട് ചെയ്തു എന്ന നിലക്ക് ആ ഐക്യാഹ്വാനത്തെ തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴും ഈ ഉള്ളവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒന്നിക്കണം നമ്മൾ, ഒന്നിക്കണം നാം, ഭിന്നിക്കരുത്. അതെ, എന്താണ് ഒന്നിക്കാനുള്ള മാർഗം? ആരുടെ മേലാണോ നാളിതുവരെ നമ്മൾ പറഞ്ഞ ആദർശത്തിന് വിരുദ്ധമായി ശിർക്ക് ചാർത്തിയതെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കട്ടെ. അതെ, നാം ആദരിക്കുന്ന, നമ്മെ ആദരിക്കുന്ന പുറം ലോകത്തുള്ള പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ നടക്കട്ടെ. മാറ്റമൊന്നും ഈ ഉള്ളവനുണ്ടായിട്ടില്ല. ഇനിയും നടക്കട്ടെ, പരിശോധനകൾ നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. എന്നിട്ട് സത്യം മനസ്സിലായി ആ മേഖലയിൽ ഒന്നിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ. വല്ല പഴുതുകളും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ആ പഴുതുകൾ വലുതാക്കണം, ആ വൃത്തം വികസിപ്പിക്കണം, ഒരുമിക്കണം എന്ന് തന്നെയാണ് ഈ ഉള്ളവൻ ഇപ്പോഴും വളരെ വിനയത്തോടുകൂടി ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കൃത്യമായ ആദർശത്തെ ശരിക്കും മനസ്സിലാക്കി മനസ്സമാധാനത്തോടെ നമുക്ക് കഴിയാനാകണം. അതിനുള്ള മാർഗം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾക്ക്, ദുആകൾക്ക് വലിയ പ്രാധാന്യം നാം കൊടുക്കേണ്ടതുണ്ട്. രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ ചൊല്ലാനുള്ള ദിക്ർ ദുആകളുണ്ട്. ഉറങ്ങും വരെയും നിർവഹിക്കുവാനുള്ള ദിക്ർ ദുആകളുണ്ട്. ഉമ്മമാരത് മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതിനാദ്യം ഉമ്മമാര് തെറ്റുകൂടാതെ അത് പഠിക്കണം, ഉപ്പമാരത് പഠിക്കണം, മക്കൾക്കത് പകർന്നു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ പൈശാചിക ശല്യമില്ലാതിരിക്കാൻ സിനിമകളുടെയും സീരിയലുകളുടെയും സംഗീതങ്ങളുടെയും മേമ്പൊടിയില്ലാത്ത കൃത്യമായി പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അതിന്റെ ശബ്ദവീചികൾ അലയടിക്കുന്ന, അത് പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന, അത് പാരായണം ചെയ്യുന്ന വേദികളായി നമ്മുടെ വീടുകൾ മാറണം. നെറ്റിന്റെയും അതുപോലെ തന്നെ മൊബൈലിന്റെയും ചീത്തയായ ആ നിലക്കുള്ള ദുരുപയോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് വളരെയേറെ മലീമസമായി കൊണ്ടിരിക്കുന്ന, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വന്തം വീട്ടിലെ ബാപ്പയെക്കുറിച്ച് വിശ്വാസത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത പെൺമക്കൾക്ക് സ്വന്തം ബാപ്പയിൽ നിന്ന് പോലും സംരക്ഷണമില്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്, മയക്കുമരുന്നിന്റെ അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ദിശാബോധം നൽകുവാൻ പ്രിയമുള്ളവരെ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ആളുകളായ നമുക്ക് സാധിക്കണം. അതിന് കൃത്യമായി ഇസ്ലാം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ജീവിതത്തെ നാം ക്രമീകരിക്കണം. എവിടെയെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട്, കരഞ്ഞു പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. ഇതാണ് പ്രിയമുള്ളവരെ ഈ ഉള്ളവന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സമയം വൈകിയിട്ടുണ്ട്, ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ നാടുകളിൽ
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദഅ്വാ സംരംഭങ്ങളെയെല്ലാം നിങ്ങൾ ശക്തിപ്പെടുത്തണം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം, കൃത്യമായി ആദർശത്തെ കൈമാറണം. വായന മരിച്ചു പോകരുത്, നന്നായി വായിക്കണം, വായിച്ചു വളരണം, പ്രമാണങ്ങൾ മനസ്സിലാക്കണം. അതേ ദിക്റുകളും ദുആകളും എന്ന് പറഞ്ഞില്ലേ, ഈ സമയത്തും നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ വാഹനത്തിലേറുമ്പോഴുള്ള ദുആ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, സഹോദരീ സഹോദരങ്ങളോട്, എന്നോട് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. اللهم إنا نسألك في هذا السفر البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا وطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹ് എവിടെയും നീയാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ മേൽ എവിടെയും ഞങ്ങൾക്ക് തേടാൻ ചിന്തയുള്ളൂ എന്ന് പറയുന്നവരോട് റബ്ബേ നീ മറുപടി കൊടുക്കണം എന്ന് പറയുകയാണ് നമ്മൾ. എവിടെയും വാഹനത്തിലും പുറത്തും വിജനപ്രദേശത്തും കടൽ തീരത്തും എവിടെയാണെങ്കിലും വിളിക്കാൻ നമുക്ക് അല്ല മതി. അല്ല മാത്രമേ നമുക്ക് വിളിക്കപ്പെടാനുള്ളൂ, പ്രാർത്ഥിക്കപ്പെടാൻ റബ്ബ് മാത്രമേയുള്ളൂ. ആ റബ്ബിനോടാണ് പറയുന്നത് അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ. അതെ, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. യാത്രാവാഹനം ഒരിടത്ത് നിങ്ങൾ ഇറങ്ങി വന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദുആയിലൂടെയാണ് മുജാഹിദേ നമ്മുടെ ആദർശം നമ്മൾ അവിടെയും പ്രകടിപ്പിക്കുന്നത്. അവിടെയും നമുക്ക് ജിന്ന് വേണ്ട, അവിടെയും നമുക്ക് മലക്ക് വേണ്ട, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അല്ല മതി എന്ന കൃത്യമായ ആദർശബോധം. അതോടൊപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്ന പ്രാർത്ഥനക്കപ്പുറം തിരിച്ചു പോകുമ്പോൾ ഒരു വാചകം കൂടി നിങ്ങൾ ചേർക്കണം. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹമിദൂൻ. ആയിബൂൻ, അല്ലാഹുവേ ഇതാ ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നവരാണ്. തായിബൂന, പശ്ചാത്തപിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. ആബിദൂൻ, അതേ അല്ലാഹുവിനെ എല്ലാ രൂപത്തിലുമുള്ള ഇബാദത്തിന്റെ സർവം അവന് സമർപ്പിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്നവരായിക്കൊണ്ട് ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ രക്ഷിതാവിനെ ഞങ്ങളിതാ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. എല്ലാ അർത്ഥത്തിലും സ്തുതിച്ചോളൂ. അതേ കാണാം കടപ്പുറത്ത് വെച്ച് നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പരിഹസിച്ചവർ, ഇതിനെ മുടക്കാൻ ശ്രമിച്ചവർ, ഇതിനെതിരെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയവർ, ഒരു സ്റ്റേജിൽ ഇവർക്ക് ഇരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു നോക്കിയവർ, വെവ്വേറെ ആളുകളാണ്, ശത്രുക്കളാണെന്ന് പ്രചരിപ്പിച്ചവർ, കണ്ടാൽ മിണ്ടാത്തവരാണെന്ന് പറഞ്ഞവർ, ഒന്നിച്ചൊരു കസേരക്ക് ചുറ്റും ഇരിക്കാൻ കഴിയാത്തവരാണെന്ന് പറഞ്ഞവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ അർത്ഥത്തിലുമുള്ള ആരോപണങ്ങളും ഇവിടെ പൊളിഞ്ഞു വീണു, എല്ലാം തകർന്നു വീണു. അതേ ഇറങ്ങി പുറപ്പെട്ടാൽ സർക്കുലർ കൊണ്ട് കുത്തിമലർത്തും, സീല് കൊണ്ട് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോഴും ആർജവത്തോടെ ഈ ജനസാഗരം തീർക്കാൻ എത്തിയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ നിന്റെ സഹായമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾക്ക് സമ്പത്തില്ല, ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല, ഞങ്ങൾക്ക് സ്ഥാപനങ്ങളില്ല, പള്ളികളില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പകർന്നു തന്ന നിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഞങ്ങൾക്കുണ്ടല്ലോ, അതിന്റെ സഹായം ഞങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. എന്തെന്ത് ഭീഷണികളുണ്ടായാലും മുട്ടുവിറക്കാതെ, നട്ടെല്ല് വളക്കാതെ, ആർജവത്തോടെ ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ആബാലവൃദ്ധൻ ജനങ്ങളെ, പടച്ച റബ്ബിനെ സ്തുതിക്കൂ. ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളിതാ ഇവിടം വിടുന്നു. ഈ ആദർശത്തിന്റെ കൈത്തിരി ഏന്തിക്കൊണ്ടോ, ഇത് നിർത്തിവെക്കില്ലെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്, മരണം വരെ ഇത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതേ കൃത്യമായ ആദർശബോധയിലേക്ക് ഞങ്ങളിതാ മടങ്ങുന്നുറപ്പേ. ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ രക്ഷിതാവിനെ
സ്തുതികളർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുന്നു. വാഹനത്തിൽ കയറ്റം കയറുമ്പോ സുബ്ഹാനല്ലാഹ്, ഇറക്കമിറങ്ങുമ്പോ അല്ലാഹു അക്ബർ. അതെ, കയറ്റം കയറുമ്പോഴും ഇറക്കമിറങ്ങുമ്പോഴുമൊക്കെ തക്ബീറുകളും തസ്ബീഹുകളും ഒക്കെ മുഴക്കിക്കൊണ്ടോ ആ നിലക്ക് കൃത്യമായി അല്ലാഹുവിനോടുള്ള നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വിനയം, ആ വിനീത ഭാവം, പടച്ചവനെ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, അബദ്ധങ്ങൾ വന്നുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് രാപ്പകലില്ലാതെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ തൗബ ചെയ്തുകൊണ്ട് അതേ തിരിച്ചു പോകുമ്പോഴും ആയിബൂൻ തായിബൂൻ ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്നുകൂടി അത് മനസ്സിരുത്തിക്കട്ടോ. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. പടച്ചവന്റെ കാവലുണ്ടാകും. വാഹനത്തിൽ നിങ്ങൾക്ക് കൂട്ടിറപ്പുണ്ട്, എവിടെയും നിങ്ങൾക്ക് കൂട്ടിറപ്പുണ്ട്, ഏത് സ്ഥലത്തും നിങ്ങൾക്ക് കൂട്ടിറപ്പുണ്ട്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ്സഫർ, യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. ആ നിലക്ക് എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുന്നു. സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു. അയൽവാസിയുടെ മതം നോക്കാതെ സ്നേഹിക്കുന്നു. അയൽവാസിയുടെ നിറം നോക്കാതെ, ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നു. പക്ഷേ അയൽവാസിയുടെ ആശയം ഞങ്ങൾ കടമെടുക്കൂല. ഞങ്ങളുടെ ആശയം അയൽവാസിയുടെ മേലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കൂല. മനുഷ്യരെന്ന നിലക്ക് ഞങ്ങൾ സൗഹാർദ്ദം കാണിക്കുന്നു. മതങ്ങൾ തമ്മിൽ ലയിക്കുക എന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് തന്നെയും ഭംഗമാണ് വരുത്തുന്നത്. ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത കളറുള്ള പൂക്കളെ പോലെയാണ് ഭാരതമെന്ന് ആരോ പറഞ്ഞു. അതുപോലെ തന്നെ ഭാരതം നിലനിന്നോട്ടെ. ഇവിടെ വ്യത്യസ്ത ചിന്താഗതിക്കാർ, ആശയക്കാർ, മതക്കാർ, നിറക്കാർ, ജാതിക്കാരെല്ലാം ഉണ്ടായിക്കോട്ടെ. നമ്മുടെ ആദർശം ആരുടെ മുമ്പിലും ഒരാഘോഷത്തിന്റെ പേരിലും മടിയറവെക്കാതെ, ഒരാചാരത്തിന്റെ പേരിലും മടിയറവെക്കാതെ മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ്. പക്ഷേ മതത്തിന്റെ കാര്യമെത്തുമ്പോൾ, ആദർശത്തിന്റെ കാര്യമെത്തുമ്പോൾ ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ എനിക്കെന്റെ മതം. പക്ഷേ എന്ന് വെച്ച് നമുക്ക് മാനുഷിക തലങ്ങളിലുള്ള സ്നേഹത്തിനൊട്ടും കുറവില്ല കേട്ടോ. അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന ഹൈന്ദവന്റെ കൂടെയാണെങ്കിലും മുസൽമാൻ കെട്ടിമേയാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. വിശന്ന് വിലയുന്ന ക്രൈസ്തവ സഹോദരനാണുള്ളതെങ്കിലും, അതേ അമുസ്ലിം സുഹൃത്താണുള്ളതെങ്കിലും അവന്റെ വിശപ്പടക്കണം. രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം. അവനെയും പോയി സന്ദർശിക്കണം. അവന്റെ വിഷമങ്ങളും നമ്മുടെ വിഷമമായി കാണണം. അതിന്റെ അർത്ഥം അവന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നല്ല, വേലകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കണമെന്നല്ല, പള്ളിപ്പെരുന്നാളുകളിൽ പോയി കൊടുക്കണമെന്നില്ല, ഇപ്പുറത്തുള്ള ദർഗകളിലും പള്ളികളിലും കൂടിക്കഴിയണമെന്നതല്ല. ഇസ്ലാമിന്റെ ആദർശം എവിടെയാണോ ആ തനിമ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ മേഖലകളിൽ ചെയ്യേണ്ടുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും ചെയ്യേണ്ടവരാണ് മുജാഹിദുകൾ. നമ്മെപ്പറ്റി പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവരനുഷ്ഠാന തീവ്രതക്കാരാണ്, ഇവർ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും, ഇവരിവിടെ അൾജീരിയ ആവർത്തിക്കും, ഇവരിവിടെ മൊറോക്കോ ആവർത്തിക്കും, ഇവരിവിടെ തുനീഷ്യ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുജാഹിദുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ആളുകളല്ലേ വാസ്തവത്തിൽ തീവ്രവാദത്തിന്റെ കൊടിവാഹകരായി അറിയപ്പെടുന്നത്. അവരല്ലേ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് തീവ്രവാദമില്ല, ഭീകരവാദമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസാചാര കർമ്മങ്ങൾ തൊട്ട് ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ സൂക്ഷ്മത പുലർത്തണോ ആ രംഗത്ത് സൂക്ഷ്മത പുലർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തെ ജനസമൂഹത്തിന്റെ മുമ്പേ ഉറക്കെ പറയാനുള്ള മുജാഹിദുകളാണ് നമ്മൾ. അതിൽ ഉറച്ചു നിൽക്കുക, അതിലൊരിക്കലും പതർച്ചയുണ്ടാകരുത്. ആ നിലക്കുള്ള കരുത്തോടുകൂടി പിരിഞ്ഞു പോവുക. സർവശക്തൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജ്ഞാനം അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈമാനികമായ വർധനവ് റബ്ബ് നൽകുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇവിടെ നിന്ന് പോകുന്നത് വാഹനത്തിലാണ്. എന്തു സംഭവിക്കുമെന്ന് റബ്ബിനല്ലേ അറിയൂ. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ സംഭവം കൂടി പറയാം.
പറയട്ടെ, അതേ മരണം എവിടെയാണ് നിശ്ചയിച്ചതെങ്കിൽ അത് റബ്ബിനല്ലേ അറിയൂ. ഈ കഴിഞ്ഞ ആഴ്ച ഷാർജയിലുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരന്റെ പ്രായമായ ഉമ്മയെ അദ്ദേഹം ഒന്ന് വിസിറ്റിന് വേണ്ടി ഷാർജയിലേക്ക് കൊണ്ടുവന്നതാണ്. ആ സഹോദരി പ്രായമുള്ള ആ ഉമ്മയെ ഒന്ന് ഷാർജ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരനായ ഒരു സഹോദരൻ, ആ സഹോദരൻ ഉമ്മയെ കൊണ്ടുവന്നു. 2-3 ദിവസം, അതേ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ ഉമ്മ ഷാർജയിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, ഈ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതേ കൃത്യമായ നിലക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ മറമാടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. അധികം വൈകാതെ ഷാർജയിൽ ആ സഹോദരിക്ക് ഖബറൊരുക്കപ്പെടുന്നു. 2-3 ദിവസം മുമ്പുണ്ടായ സംഭവം ഞാൻ എന്തിനാ പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത്? എവിടെയാണ് നമുക്കുള്ള മരണം വിധിച്ചതെങ്കിൽ ആ ഭൂമിയിലേക്ക് വിസിറ്റ് എടുത്തുകൊണ്ടാണെങ്കിലും വിസ എടുത്തുകൊണ്ടാണെങ്കിലും ടിക്കറ്റ് എടുത്ത് പറന്നു പോയിട്ടാണെങ്കിലും നടന്നു പോയിട്ടാണെങ്കിലും കാറിൽ പോയിട്ടാണെങ്കിലും ബസ്സിൽ പോയിട്ടാണെങ്കിലും എവിടെയാണോ ആർക്കും അറിയില്ലല്ലോ. ഏത് മണ്ണിൽ വെച്ച് മരിക്കുമെന്നൊരാൾക്കും അറിയില്ല. ആ സ്ഥലത്തേക്ക് നിശ്ചയിക്കപ്പെട്ട സമയമായാൽ അല്ലാഹു അങ്ങ് കൊണ്ടുപോകുമെന്നുറപ്പാണ്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആ ഉമ്മുമ്മ ഷാർജയിലെ ആറടി മണ്ണിലാണ് ഇന്ന് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പടച്ചറപ്പിന്റെ തീരുമാനമാണ്. അല്ലാഹു അവരുടെ ഖബറിനെ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ, മാതാപിതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഒരുപാട് പണ്ഡിതന്മാര് രോഗികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹഖ് സുല്ലമി ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിട്ടുമാണ്. ഈ തൗഹീദിനോടുള്ള ആദർശമെന്നുകൊണ്ട് മാത്രം ഇവിടെ ഇതാ വന്നുകയുടെ ഇരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് പണ്ഡിതന്മാര്, പലരും പ്രയാസമുള്ളവരുണ്ട്. ഇവിടെ ഒരുമിച്ചുകൂടിയ ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഒട്ടേറെ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട്, ശാരീരികമായ അവശതകൾ കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവല്ലേ അറിയുന്നവൻ, പടച്ചറപ്പല്ലേ മനസ്സറിയുന്നവൻ, പടച്ചറപ്പല്ലേ വിഷമങ്ങൾ തീർക്കുന്നവൻ. അതേ അല്ലാ, വിഷമങ്ങൾ വന്നാലും ഞങ്ങൾക്ക് നിന്നോടെ പറയാനുള്ളൂ. വിഷമം കൊടുമ്പിരിക്കൊണ്ടാലും ഒരു ചിന്നിനോടും ഞങ്ങൾക്ക് പറയാനില്ല, ഒരു മലക്കിനോടും ഞങ്ങൾക്ക് തേടാനില്ല. അല്ലാഹുവേ, അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അതേ വിഷമങ്ങൾ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ആര് നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഈ ദിക്ർ നെഞ്ചിലേറ്റിക്കോ. ആര് ആരോപണങ്ങൾ കൊണ്ട് വെറുപ്പുമുട്ടിക്കുമ്പോഴും, ആര് ഭീഷണിപ്പെടുത്തുമ്പോഴും പറഞ്ഞോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹി ശൈനി കുല്ലഹു. അല്ലാഹുവേ, നിന്നോട് ഞാൻ സഹായം തേടുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ അല്ലാഹ്. വലാ തകിൽനി ലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയില്ലാതെ നിന്റെ കാവലുണ്ടാകണേ. എന്റെ തീരുമാനത്തിൽ നിന്റെ തൗഫീഖ് ഉണ്ടാകണേ. എന്റെ നിലപാടുകളിൽ നിന്റെ തൗഫീഖ് ഉണ്ടാകണേ. നിന്റെ സഹായം ഉണ്ടാകണേ. മരണനേരത്തും നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ബോധത്തോടെ പിരിഞ്ഞു വയ്ക്കോ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും ഈമാനികമായ ആർജവത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സന്തോഷകരമായ കാഴ്ചകൾ കണ്ട്, സന്തോഷത്തിന്റെ വാർത്തകൾ മലക്കുകളിൽ നിന്ന് കേട്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം കിട്ടിയ ആത്മാവേ, ആദർശത്തിൽ അടിയുറച്ചിരുന്നവനാണെങ്കിൽ
അതുകൊണ്ട് അതേ മടങ്ങിക്കോ, ഇർജിഇലാ റബ്ബികി റാദിയത്തൻ മർദിയ, തൃപ്തി നേടിയ നിലക്ക്, തൃപ്തിപ്പെട്ട നിലക്ക് ഇറങ്ങിക്കോ പുറത്തേക്ക്. നീ ഒരുപാട് സഹിച്ചവനാണ്, നീ ഒരുപാട് കേട്ടവനാണ്, നീ ഒരുപാട് അനുഭവിച്ചവനാണ്. വിഷമിക്കണ്ട, ഇറങ്ങിക്കോ സ്വർഗത്തിലേക്ക്, മടങ്ങിക്കോ നാഥന്റെ അടുത്തേക്കെന്ന നല്ല നല്ല വാക്കുകൾ കേട്ട് ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യണമേ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. ഈമാനികമായ ആർജവം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, പാപങ്ങളിൽ നിന്നുള്ള മോചനം, തൗബ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഞങ്ങളുടെ ഉന്നമനം, അതേ ദുആ സ്വീകരിക്കപ്പെടാൻ മാത്രമുള്ള നിന്നോടുള്ള അടുപ്പവും സ്നേഹവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഏറ്റി തരണേ, നീ വർദ്ധിപ്പിച്ചു തരണമേ നാഥ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ പ്രബോധകന്മാർക്ക്, പ്രവർത്തകന്മാർക്ക് നീ ആശ്വാസം നൽകണേ, ധൈര്യം നൽകണേ. പീഡിപ്പിക്കപ്പെടുന്നവർ ആരൊക്കെ എവിടെയുണ്ടോ നാഥ നീയാണ് അറിയുന്നവൻ. ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നീ കരുത്ത് പകരണം നാഥ. നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.